നിയാസ് കരീമിൻ്റെ മരണക്കൂട്ട് വായിച്ചു. ജീവിതത്തിൽ മനുഷ്യൻ നിരാശ അനുഭവിക്കുമ്പോഴും ആരോടെങ്കിലും പകയോ വിദ്വേഷമോ തോന്നുമ്പോഴും തോറ്റുപോയെന്ന് തോന്നുമ്പോഴും ഒക്കെ വീണ്ടും വീണ്ടും തറവായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകമാണ് മരണക്കൂട്ട്. ഇതൊരു ഫിക്ഷനൊന്നുമല്ല. എന്നാൽ ഫിക്ഷനെക്കാട്ടിലും സംഭവബഹുലവും അവിശ്വസനീയവുമായ ഒരു ജീവിതം നയിക്കുന്ന വിനു എന്ന പച്ചയായ ഒരു മനുഷ്യൻ്റെ ആത്മകഥയാണ് മരണക്കൂട്ട്. അപമൃത്യുവിനിരയായ മൃതദേഹങ്ങൾ എടുക്കുന്നതാണ് വിനുവിൻ്റെ തൊഴിൽ. അതിന് അയാൾക്ക് നാട്ടുകാർ ചാർത്തിക്കൊടുത്ത പേരാണ് ശവം വാരി. മനസ്സറിഞ്ഞ് നിസ്വാർത്ഥമായി ചെയ്യുന്ന സേവനത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരിടുന്ന ആ ക്രൂരമായ അവഗണനയിലും തൻ്റെ ജോലി നിറഞ്ഞ മനസ്സോട് ചെയ്യുന്ന വിനുവിനെ മനസ്സിലാക്കാൻ എനിക്ക് നിയാസ് കരീമിൻ്റെ അഡിക്റ്റീവായ റൈറ്റിംഗ് സ്റ്റൈൽ സഹായിച്ചു. നിലത്ത് പോലും വെക്കാതെ ഒരു രാത്രി കൊണ്ടാണ് ഈ പുസ്തകം വായിച്ചു തീർത്തത്. വിനുവിനൊപ്പം കേരള പോലീസിനോടും നമുക്ക് നിസ്സഹായതയും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു പുസ്തകമാണ് മരണക്കൂട്ട്. ആ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടാകുന്ന ട്വിസ്റ്റ് വായിച്ച് സന്തോഷം കൊണ്ട് ശരിക്കും കണ്ണു നിറഞ്ഞുപോയി. എല്ലാവരും ഈ പുസ്തകം വായിക്കുക. ഇത് MBA ബുക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോണിലും അവൈലബിൾ ആണ്. വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക.